ഹലോ ഓൾ, പാറൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഉണക്ക കപ്പ പുഴുക്കും നല്ല ചൂരക്കറി. അത് കോട്ടയം സ്റ്റൈലിലുണ്ടാക്കിയ ചൂരക്കറിയാണേ. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്ക കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാനത് വെള്ളത്തിലിട്ട് കുതിർക്കാനിട്ടിട്ടുണ്ട്. ഇപ്പം അത് ഞാൻ കഴുകിയെടുത്ത് കുക്കറിലിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ച് അരപ്പൊക്കെ ചേർത്ത് നല്ല സെറ്റാക്കി എടുക്കും. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണെന്നേ. ഹലോ, ഹായ് ഹായ് കാത്തു, ഹായ്. ഇവിടെ കാത്തു കാര്യം പറ. ഹായ് ഹായ് കാത്തു, ഹായ് കാത്തു. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ കഴുകിയായിരുന്നേ. ഇനി നമുക്ക് പതിയെ കുക്കറിലിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അല്ലേ അമ്മ? ഇങ്ങനെയാണ് ഉപ്പിടണ്ടേ? ഇപ്പം ഉപ്പിടണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. നമുക്ക് വെള്ളം മാത്രം ഒഴിച്ച് വേവിച്ചെടുക്കാം. വെള്ളം വേവിച്ച് കഴിഞ്ഞ് വെള്ളം ഊറ്റി കളഞ്ഞു കഴിഞ്ഞ് ഉപ്പിട്ടാൽ മതി. അപ്പൊ അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. മതി അമ്മ കപ്പ. കാത്തുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഞാൻ കപ്പ കപ്പ ഉണ്ടാക്കണേ കേട്ടോ. കപ്പ ഉണ്ടാക്കുവോ കാത്താക്കാവോ? കാത്തു കപ്പ ഉണ്ടാക്കുവോ? കപ്പ ഉണ്ടാക്കുവോ? കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് തീ കത്തിക്കാം. അപ്പൊ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിൻ്റെ അകത്ത് നമുക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു 4 കുഞ്ഞുള്ളിയും പിന്നെ തേങ്ങായും. അമ്മ ജീരകം ഇടണം. അമ്മ മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് വെള്ളം ഒഴിക്കാമേ. നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അരയ്ക്കാം. എല്ലാവരും ഒക്കെ ആയോ നോക്കട്ടെ. ആയിട്ടുണ്ട്. അപ്പൊ ഇത് മതി കേട്ടോ, നമുക്ക് ഇനി അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെച്ചു, അരച്ചും വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്ത് പോയിട്ട് വരാം. കാത്തു വിശന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഊറ്റാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അരപ്പെല്ലാം ചേർത്ത് സെറ്റാക്കാം. ഓക്കെ, ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അരപ്പൂടെ ചേർക്കാം. ഉപ്പിട്ട് കൊടുക്കാമേ. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അരപ്പൂടെ ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മോളെ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ പോയി. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അരപ്പൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇത് വെന്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അതിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ ആ കൂട്ടുകളെല്ലാം കൂടി കപ്പയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചേക്കുന്നത്. ഒരു കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് വേണ്ട, 5 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുവാണേ. ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇടണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കറിവേപ്പില കുറവാണ് എന്നൊരു ഡൗട്ടില്ല. അല്ല ഒന്നുമില്ല, ആവശ്യത്തിനുണ്ടോ. എല്ലാവരും ഉണക്കപ്പയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കോട്ടയംകാർ ഇങ്ങനെയൊക്കെ കഴിക്കും. അപ്പം നല്ല സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് എടുത്ത് എല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്കും മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ചു നോക്കാം. ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാം. ബൈ.